ഒരു ദേവാലയം അതിൻ്റെ 50 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുടെ വർഷമാണ് ഇത്. 50 വർഷക്കാലം നടന്ന മാമോദീസകൾ, മൃതസംസ്കാര കർമ്മങ്ങൾ, വിവാഹാഘോഷങ്ങൾ, അർപ്പിച്ച കുർബാനകൾ, ആശീർവദിച്ച കുമ്പസാരങ്ങൾ, എല്ലാത്തിൻ്റെയും 50-ാം വാർഷികം. ഈ 50-ാം വാർഷികത്തിൽ ഓരോ മാസവും ആത്മീയ ഉണർവിൻ്റെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഒരു ചെറിയ ചോദ്യത്തോടുകൂടി നമ്മുടെ ധ്യാന വിചിന്തനത്തിന് തുടക്കമിടാം. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ 120 ചോദ്യങ്ങളുണ്ട്. ബൈബിൾ പഠനങ്ങളിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ 120 ചോദ്യങ്ങൾ. അതിൽ 2 ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കുക. 2 ചോദ്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ 2 ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: അവൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെയും കൂടി കൈസറിയ ഫിലിപ്പി പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് 1-ാമത്തെ ചോദ്യം ചോദിച്ചു: ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്? ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, ചിലർ ഏലിയ എന്നും, മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അപ്പോൾ 2-ാമത്തെ ചോദ്യം: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ നിരക്ഷരനായ പത്രോസ്, വലിയ മുക്കുവൻ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, പത്രോസേ, മാംസ രക്തങ്ങളല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. ഈ ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കുന്ന ചരിത്ര പശ്ചാത്തലം. യഹൂദർ വിശ്വസിച്ചു ലോകത്തിൻ്റെ കേന്ദ്രം ജെറുസലേം ആ സ്ഥലത്തുള്ള ഒരു പാറയാണ്. ജെറുസലേമിൽ ഒരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറയിൽ യഹൂദൻ ജെറുസലേം ദേവാലയം പണിതു. യഹൂദന് ഈ ലോകത്തിൽ ഒരു ദേവാലയമേ ഉള്ളൂ, ജെറുസലേം ദേവാലയം. ബാക്കി മുഴുവൻ യഹൂദന് സിനഗോഗാണ്. ഒരു ദേവാലയവും മറ്റ് സിനഗോഗുകളും. ആ ദേവാലയത്തെ അടിസ്ഥാനമാക്കി സകലവിധ മത ആരാധന രീതികളും ഉടലെടുത്തു. അപ്പോൾ ക്രിസ്തു ശിഷ്യന്മാരെയും കൂടി കൈസറിയ ഫിലിപ്പി എന്ന സ്ഥലത്തേക്ക് പോയി. ആ പേര് വരാൻ കാരണം ഇസ്രയേലിലെ നാട്ടുരാജാവായ ഫിലിപ്പ് രാജാവ് റോമിലെ സീസറിനെ സന്തോഷിപ്പിക്കാൻ ഇസ്രയേലിൽ ഒരു സിറ്റി പണിതു. ഫിലിപ്പ് രാജാവ് സീസറിന് വേണ്ടി പണിത സിറ്റി. നമ്മുടെ ഇവിടുത്തെ MLA യോ MP യോ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാനോ ഇവിടെ തൃക്കാക്കര ഭാഗത്ത് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സിറ്റി പണിത. ആ സിറ്റിക്കുള്ള പേര് ട്രംപ് സിറ്റി എന്നാണ്. ഇതുപോലെ റോമിലെ സീസറിനെ സന്തോഷിപ്പിക്കാൻ ഇസ്രയേലിലെ നാട്ടുരാജാവായ ഫിലിപ്പ് ഒരു സിറ്റി പണിതു. സീസറിൻ്റെ ഫിലിപ്പ് എന്നർത്ഥമുള്ള കൈസറിയ ഫിലിപ്പി എന്നതിന് പേര് വീണു. സീസറിൻ്റെ ഫിലിപ്പ്. അവിടെ ഇന്നുകൊണ്ട് ഒരു പാറ, 500 അടി വീതി, 100 അടി പൊക്കമുള്ള പാറ. ആ പാറയുടെ ചുവട്ടിൽ ചെന്ന് യേശു പറഞ്ഞു, ജെറുസലേമിലെ പാറ പോയി, നീ പുതിയ ഒരു പാറ, ഏകവും പരിശുദ്ധവും സഹ്യവും അപ്പസ്തോലികമായ സഭ എന്ന ഒരു പുതിയ പാറ, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുക. അപ്പം അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു, ആരാണെന്നാണ് പറയുന്നത്? അവർ ഓരോന്നും പറഞ്ഞു. ഏലിയാണ്, സ്നാപയോഹന്നാനാണ്, പ്രവാചകൻ ഒരുവനാണ്. ഈശോയ്ക്ക് തൃപ്തിയില്ല. ആരാണെന്ന് നീ പറ. അപ്പോൾ വലിയ മുഖം പറഞ്ഞു, നീ ക്രിസ്തുവാണ്. കൈസറിയ ഫിലിപ്പിയിൽ 2 വിശ്വാസ പ്രഖ്യാപനം. 1 മനുഷ്യന്റെ ദൈവത്തിലുള്ള വിശ്വാസം, നീ ക്രിസ്തുവാണ്. 2 ദൈവത്തിന്റെ മനുഷ്യനുള്ള വിശ്വാസം, നീ പാറയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ആർക്കും പേടിപ്പിക്കാൻ പറ്റുകയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ആർക്കും കുലുക്കാൻ പറ്റുകയില്ല. അവൻ പാറയാ. അവൻ പാറ പോലെ ഉറച്ചു നിൽക്കും. 50 വർഷം ബലിയർപ്പിച്ച, കൂദാശ അനുഭവിച്ച നിങ്ങളോടും ചോദിക്കുന്നു, പാറ പോലെ ഉറപ്പുണ്ടോ? ചുമ്മാ
കാറ്റത്താടുന്ന ഞാങ്ങനെയാണോ, അതോ മെഴുക്കുപുരട്ടി പരുവത്തിൽ വിശ്വാസം കൊണ്ടുവന്നവരാണോ? ബലമുണ്ടോ എന്ന ചോദ്യം ദൈവം ചോദിക്കുന്നു. തളരാത്ത തകരാത്ത ബലമുണ്ടോ? ഇന്ന് ഇപ്പൊ രണ്ട് വിശ്വാസം പ്രഖ്യാപനം. ഒന്ന്, മനുഷ്യന്റെ ദൈവത്തിലുള്ള വിശ്വാസം. രണ്ട്, ദൈവത്തിന്റെ മനുഷ്യനുള്ള വിശ്വാസം. 50-ാം വർഷത്തിൽ പറയാൻ പറ്റണം, നീ ക്രിസ്തുവാ. 5 പതിറ്റാണ്ടിൽ അനുഭവിച്ച് ഞാൻ പറയും, നീ ക്രിസ്തുവാ. അവൻ പറയും, മോളെ നീ പാറയാ, നീ പാറയാ. ഈ ഉറപ്പുള്ള വിശ്വാസത്തിന്റെ 50 വർഷങ്ങളാ നമ്മൾ ആഘോഷിക്കുക. ഈ ചോദ്യം ഇന്നും ആവർത്തിക്കും. ഞാൻ ആരാണെന്നാ മുസ്ലിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാ ഹിന്ദുക്കൾ പറയുന്നത്? മുസ്ലിങ്ങൾ പറയും പല നബിമാരിൽ ഒരു നബി, ഹിന്ദുക്കൾ പറയും പല അവതാരങ്ങളിൽ ഒരു അവതാരം. പക്ഷേ എൻ്റെ കുരിശ് താലിയിൽ വഹിച്ച, എൻ്റെ ശരീരം ഭക്ഷിച്ച, രക്തം പാനം ചെയ്ത നിങ്ങൾ പറ, ഞാൻ ആരാ? പറയാൻ പറ്റണം, നീ ക്രിസ്തുവാ. തോമസ് ലീഗ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഭാഗ്യവാനായ പൗലോസ് പറഞ്ഞു, ഇനിമേ ഞാനല്ല ക്രിസ്തുവാ ജീവിക്കുക. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാ. ആദിമസഭ പറഞ്ഞു, കർത്താവായ യേശുവേ, വേഗം വരണമേ. പാപിനിയായ ഭക്തലക്കാരി മറിയം പറഞ്ഞു, അവൻ എവിടെ വെച്ചെന്ന് പറയുക, എടുത്തോണ്ട് പോകോളാം. നമുക്ക് മണുത്തരം 200 കള്ളുകുടിയന്മാരുടെ ധ്യാനം. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, വെള്ളിയാഴ്ച ധ്യാനം തീരും. തിങ്കൾ വൈകിട്ടായിട്ടും അമ്മയുടെ പലരുടെയും പൂസ് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ യേശു പറഞ്ഞു, കെട്ടുപൊട്ടാൻ ബന്ധനമെഴിയാൻ ഓരോരുത്തരും യേശു ആരെന്ന് ഉറക്കപ്പറ. ഒരുത്തൻ പറഞ്ഞു, യേശുവേ നീ എൻ്റെ ദൈവമാകും. ഒരുത്തൻ പറഞ്ഞു കർത്താവാകും. ഒരുത്തൻ പറഞ്ഞു വൈദ്യനാകുന്നു. ഒരുത്തൻ പറഞ്ഞു നാഥനാകുന്നു. 2 കുടിയന്മാര് ഒന്നും മിണ്ടിയില്ല. ധ്യാനിപ്പിക്കുന്ന അച്ഛൻ 2 പേര് എളിക്കിട്ട് ഓരോ കുത്ത്, എന്തേലും പറ, കെട്ടുപൊട്ടിട്ട് ബന്ധനം വഴിയട്ടെ. ഒരുത്തൻ ചാടി എഴുന്നേറ്റ് വരും, യേശുവേ നീ എൻ്റെ ലഹരിയാകുന്നു. ലഹരി വരുമ്പോൾ അടുത്ത ലഹരി, യേശുവേ നീ ലഹരിയാവും. ചോരത്തിനൊന്നും വേണ്ടിയില്ല. അച്ഛൻ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, പറ, കെട്ടുപൊട്ടട്ടെ ബന്ധനം വരിയട്ടെ. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, യേശുവേ നീ എൻ്റെ അളിയനാവുന്നു. എല്ലാവരും ഒറ്റ ചിരി. അവർക്ക് തോന്നി ഇവൻ അച്ഛനെ കളിയാക്കുക. പക്ഷെ അവനായിരുന്നു സത്യസന്ധനായ കുടിയൻ. അവൻ്റെ ഇളയ പെങ്ങള് മഠത്തിലെ കന്യാസ്ത്രീയായിരുന്നു. യേശുവേ നീ എൻ്റെ അളിയനാവുന്നു. ആരാണ് യേശു എന്ന് നമുക്ക് ചോദ്യം വേണം. ക്രിസ്തു ആര് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഇത് ആരെന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ക്രിസ്തുവിനെ അറിയാൻ 3 വഴികളുണ്ട്. ക്രിസ്തുവിനെ അറിയുവാൻ 3 മാർഗങ്ങളുണ്ട്. ആ 3 മാർഗത്തിൽ യേശുവിനെ അന്വേഷിച്ചാൽ ആ കർത്താവിനെ കണ്ടെത്താൻ പറ്റും. 1, കർമ്മമാർഗം. കർമ്മമാർഗം എന്താ? കർമ്മമാർഗം ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യണം. ഒരച്ഛൻ അച്ഛൻ്റെ ജോലി ഭംഗിയായി ചെയ്യണം. ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ജോലി, ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജോലി, ബാങ്ക് മാനേജർ അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു ജോലി ഏറ്റിട്ട് 100 കൂട്ടം ചെയ്ത് നടക്കുന്നവന് കർത്താവിനെ അനുഭവിക്കാൻ പറ്റുകയില്ല. ഏൽപ്പിച്ച പണി ഭംഗിയായി ചെയ്യാം. എനിക്ക് ദൈവം പട്ടം തന്നത് ചൊവ്വായിൽ വെള്ളമുണ്ടോ എന്ന് തപ്പാൻ വേണ്ടിയല്ല, ചൊവ്വെ ബൈബിൾ പറയാൻ വേണ്ടിയാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ അന്തസ്സായിട്ട് ചെയ്യണം. ഒരു കുടുംബനാഥനെ വിളിച്ചത് ആളെയും കൂടി കൃപാസനത്തിൽ സ്ഥലം പോകാനല്ല, പെമ്പർനോത്തിയ മക്കളെയും മര്യാദയ്ക്ക് നോക്കാൻ വേണ്ടിയാ. ഒരു സ്ത്രീയെ വിളിച്ചത് കൗൺസിലിംഗ് ഓടാൻ വേണ്ടിയല്ല, ഭർത്താവിനെയും മക്കളെയും നോക്കുക. സമയം കിട്ടിയാൽ പോവുക. അല്ലെ എവിടെയും കൺവെൻഷനോ കയ്യും കാലും പൊക്കി നടക്കുന്നത് ഒരു പുണ്യവും ഇല്ല. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ മറ്റു പലതിനും. അങ്ങനെ ജോലി ചെയ്യുന്നവര് കർത്താവിനെ കാണാൻ പറ്റും. അതാണ് അവൻ പിറന്ന രാത്രിയിൽ കർമ്മമാർഗത്തിൽ ക്രിസ്തുവിനെ കൊണ്ടു ആട്ടിടയന്മാർ. ആട്ടിടയന്മാർക്ക് ഒരു പണിയേ ഉള്ളൂ, ചെന്നായിൽ നിന്നും ആടിനെ രക്ഷിക്കുക, മോഷ്ടാക്കളിൽ നിന്നും ആടിനെ രക്ഷിക്കുക. ഉറക്കളച്ച് ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു. അവർ കർത്താവിനെ കണ്ടുമുട്ടി. നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ച ജോലി എത്ര വലുതും എത്ര ചെറുതുമാണ്, അന്തസ്സോടെ അഭിമാനത്തോടെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി ചെയ്യുന്നവൻ കർത്താവിനെ കാണും. 2, ജ്ഞാനമാർഗം. നല്ല വായനയും നല്ല അറിവും വേണം. മുറിവൈദ്യൻ ആളെ കൊല്ലും. ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടന്മാര് നിരീശ്വരവാദികളാണ്. കാരണം അവർക്ക് വായനയില്ല. ശരിക്കും വായനയുള്ളവന് നിരീശ്വരവാദിയാകാൻ പറ്റുകയില്ല. ഞാൻ ഏതാനും മാസങ്ങൾ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ 40 യുവശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമ്മേളനം. അപ്പം വിശ്വാസത്തിൻ്റെ എൻ്റെ കാഴ്ചപ്പാട് പറയാൻ
ഒരു ക്രൈസ്തവ ശാസ്ത്രജ്ഞൻ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണേലും ഒരു പരിധി കഴിയുമ്പം ഞങ്ങൾക്കൊന്നും പറ്റുകയില്ല. ഒരു പേടക വഹിക്കുമ്പോൾ മുസ്ലിമാണോ അവനറിയാവുന്ന മുസ്ലിം സൂക്തങ്ങൾ ചൊല്ലിയിട്ട് ഈ പേടക വഹിക്കും. ഹിന്ദുവാണോ അവൻ്റെ ജപം, ക്രിസ്ത്യാനിയാണോ 3 പ്രാവശ്യം കുരിശു വരയ്ക്കും, എന്നിട്ടാണ് പേടകങ്ങൾ വിക്ഷേപിക്കുക. ഞങ്ങൾക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങളൊന്നുമല്ല. ചില കാര്യം ശാസ്ത്രത്തിന് പറ്റുകയല്ലോ. നമുക്ക് നല്ല റോബോട്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കി വെക്കാം. എന്ന് പറയാൻ പറ്റുമോ? ഒരു കമ്പ്യൂട്ടർ ആണ്, മറ്റേ കമ്പ്യൂട്ടർ പെണ്ണ്, രണ്ടും കൂടെ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ പ്രേമിക്കാൻ പറ്റുമോ? അത് നമുക്കേ പറ്റൂ. വികാരം മനുഷ്യനെ പറ്റൂ. ഒരു കമ്പ്യൂട്ടറിന്, ഒരു പെൺ കമ്പ്യൂട്ടറിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയില്ല. അത് മനുഷ്യനെ പറ്റൂ. പലതും ഉണ്ടാക്കി വെക്കാൻ പറ്റും, പക്ഷെ നമുക്കേ മറ്റു പലതുള്ളൂ. ഇതാണ് ശാസ്ത്രത്വം പോക്കും. അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാത്ത സന്ധ്യയില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ച ലൂയിസ് പാസ്റ്റർ നടക്കുന്ന വഴിക്ക് കൊന്ത ചെയ്തു. നമ്മുടെ നാട്ടിൽ ചില ഞാഞ്ഞൂലല്ലോ പറയണം, ദൈവമുണ്ടോ? ഉണ്ടേ കാണി. പൊട്ടന്മാർക്ക് പഠിത്തമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും വായനയുണ്ടോ, പഠിത്തമുണ്ടോ? നിരീശ്വരവാദിയാകാൻ പറ്റുവല്ല. കാരണം ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭം. നമ്മൾ കാണുന്നു, അവൻ പിറന്ന രാത്രി ജ്ഞാനമാർഗത്തിൽ അവനെ കണ്ടെത്തി 3 രാജാക്കന്മാർ, പൗരുഷ ദേശത്തെ 3 ജ്ഞാനികൾ. അവർ പഠിച്ചു നക്ഷത്രം, സൂര്യൻ, സൗരയൂഥം, ക്ഷീരപഥം. ശരിക്കും പഠിച്ചു, കൃത്യമായി ദൈവത്തിലെത്തിച്ചു. നല്ല അറിവുണ്ടോ അവർ ദൈവത്തിലെത്തിച്ച്. 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. നമുക്ക് കുറച്ച് ബൈബിള് മാത്രം പോരാ. നൊവേന വേണം, കൊന്ത വേണം, ലതീഞ്ഞ് വേണം, കൊന്ത നമസ്കാരം വേണം, ഈ ഭക്താഭ്യാസം എല്ലാം വേണം. കാരണം ഭക്തിമാർഗത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താം. അവൻ പിറന്ന രാത്രിയിൽ ഭക്തിമാർഗത്തിൽ അവനെ കണ്ടെത്തി പരിശുദ്ധ കന്യകാ മറിയം. മറിയം ബൈബിൾ പാണ്ഡിത്യമില്ല, മറിയത്തിന് ദൈവശാസ്ത്ര പഠനമില്ല, ചരിത്രപരമായ ഗ്രാഹ്യമില്ല. പക്ഷെ ഒന്നുണ്ട്, അമ്മ അന്നാ പഠിപ്പിച്ച പ്രാർത്ഥന അത് ഭംഗിയായിട്ട് ചൊല്ലി കണ്ടു. 3 മാർഗത്തിൽ ക്രിസ്തുവിനെ തേടുന്നു. 1 ജ്ഞാനമാർഗം, 2 കർമ്മമാർഗം, 3 ഭക്തിമാർഗം. ഈ 3 മാർഗത്തിൽ യേശുവിനെ തേടുമ്പോൾ ചോദ്യം ആവർത്തിക്കുന്നു, യേശു ആര്? യേശു ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും മനോഹരമായ ഉത്തരം തരുന്നത് സുവിശേഷകനായ യോഹന്നാനാണ്. എല്ലാ സുവിശേഷകന്മാരിൽ നിന്നും ശക്തമായി പേരിട്ട് നിൽക്കും യോഹന്നാൻ. കാരണം യോഹന്നാൻ യേശുവിൻ്റെ അന്ത്യനാഴികകളിൽ 2 കാര്യം ചെയ്തു. അതുകൊണ്ട് യോഹന്നാൻ ഏറ്റവും ശക്തനായ സുവിശേഷകൻ. 2 കാര്യങ്ങൾ യോഹന്നാൻ ചെയ്തു. 1, അന്ത്യ അത്താഴ സമയത്ത് യോഹന്നാൻ സ്വന്തം തല ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. അവന്റെ മാറിൽ തല ചായ്ച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധി, സ്വന്തം യുക്തി, സ്വന്തം അറിവ് കർത്താവിന് കൊടുത്തു. പിന്നെ യോഹന്നാന്റെ വാക്കുകൾ കർത്താവിന്റെ വാക്കുകൾ, യോഹന്നാന്റെ വികാരങ്ങൾ ക്രിസ്തുവിന്റെ വികാരങ്ങൾ, യോഹന്നാന്റെ വിചിന്തനങ്ങൾ ക്രിസ്തുവിന്റെ ചിന്താധാരകൾ. സ്വന്തം ബുദ്ധിയെ കർത്താവിന് കൊടുത്തു. 2, ദുഃഖവെള്ളിയാഴ്ച കാൽവരി കുരിശിൽ ചൂണ്ടിയെന്ന് യോഹന്നാൻ പോരുമ്പോൾ നരബാധിച്ച മുടിയുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ചിരുന്നു. അത് ക്രിസ്തുവിന്റെ അമ്മയായ മറിയം. യോഹന്നാൻ 2 കാര്യം ചെയ്തു. ശിരസിൽ ക്രിസ്തു, ഹൃദയത്തിൽ മറിയം. അതുകൊണ്ട് യോഹന്നാൻ അഗ്രഗണ്യനായ സുവിശേഷകനായി മാറി സഭയുടെ പിതാക്കന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിന് 7 അധികാരങ്ങൾ. ഇതാണ് ഈ ദിവസത്തെ ധ്യാനത്തിന്റെ 1-ാം മണിക്കൂറിലെ ചിന്തയിൽ. യേശു ക്രിസ്തുവിന്റെ 7 അധികാരങ്ങൾ. ജൂബിലി വർഷത്തിൽ ഈ അധികാരങ്ങൾക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കണം. ക്രിസ്തുവിന്റെ 7 അധികാരങ്ങൾ. 1, ഹിസ് പവർ ഓവർ ക്വാളിറ്റി. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളത് യേശു. ഹിസ് പവർ ഓവർ ക്വാളിറ്റി. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളത് യേശു. യോഹന്നാൻ 2:1 മുതൽ 11 വരെ വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ക്രിസ്തുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല.
ക്രിസ്തു പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 ഭരണികളുണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ കൽപ്പിച്ചു. ഭരണികൾ നിറയ്ക്കപ്പെട്ടു. കരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെള്ളരി വെളുത്ത പച്ചവെള്ളം വീര്യമുള്ള വീഞ്ഞായി മാറി. കലവറക്കാരൻ അകത്ത് കയറി ഈ വീഞ്ഞ് രുചിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ അവസാനം വരെയും ഇത് സൂക്ഷിച്ചു വെച്ചല്ലോ. ഇനി ബൈബിളിന്റെ ഒരു പഠനം. വിശുദ്ധ നാട്ടിൽ 2 കരകൾ. താഴെ ഗലീലി പ്രദേശം, അവിടെയാണ് കാന, യൗസേപ്പിന്റെ ആശാരിപര, മറിയം വെള്ളം കോരിയ കിണർ, പത്രോസിന്റെ അമ്മായിമ്മ, ഇതെല്ലാം ഗലീലി. ഇവിടുന്ന് 117 കിലോമീറ്റർ മുകളിൽ കയറുമ്പോൾ യൂദയ. അവിടെയാണ് ബേത്ലഹേം, അവിടെയാണ് കാൽവരി, അവിടെയാണ് പീലാത്തോസ്, അവിടെയാണ് സക്കറിയായുടെ വീട്. ഈ യൂദയായിലുമുണ്ട് ഒരു ചെറിയ സ്ഥലം കാന, ഗലീലിലുണ്ട് കാന. അതുകൊണ്ട് തെറ്റാതിരിക്കാൻ പറയുന്നു, ഗലീലിയിലെ കാന. ഇനി വിവാഹ രീതി. നമ്മുടെ വിവാഹ രീതിയും യഹൂദന്റെ വിവാഹ രീതിയും തമ്മിൽ വലിയ വ്യത്യാസം. നമ്മുടെ നാട്ടിൽ നവംബർ 30 ഞായറാഴ്ച ഒരു കല്യാണം വിളിച്ചാൽ 29 വൈകിട്ട് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 30 പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിക്കും, പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് പോകും. ചില ആൾക്കാർ പള്ളിയിൽ പോലും പോകില്ല, പട്ടി കശാപ്പുകൾ എല്ലു തിന്നാൻ പോകുന്ന പോലെ പാരിഷ് കോഴിക്കാൽ കഴിക്കാൻ പോകും. അത് ക്രൈസ്തവനല്ല, അത് പട്ടിയുടെ പാരമ്പര്യമാണ്. ഇപ്പൊ ക്രിസ്ത്യാനിയാണോ, ആദ്യം പള്ളിയിലെ കർമ്മം, പോകാൻ പറ്റിയില്ലേ ഭക്ഷണത്തിനും പോകരുത്. പക്ഷെ യഹൂദർക്കിടയിൽ അങ്ങനല്ല. യഹൂദർക്കിടയിൽ നവംബർ 30 കല്യാണം എന്ന് പറഞ്ഞാൽ 23-ാം തീയതി മുതൽ ഡിസംബർ 6-ാം തീയതി വരെ 15 ദിവസം വിളിക്കപ്പെട്ടവർക്ക് വിളിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ക്ഷണക്കത്ത് കയ്യിലെടുക്കുക. കാവൽക്കാരൻ്റെ ക്ഷണക്കത്ത് കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ചു വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പതയ്ക്കാൻ കൊടുക്കും. അതിൻ്റെ പേരാണ് വെഡിങ് ഗാർമെന്റ്, വിവാഹ വസ്ത്രം. അത് കഴിച്ചോ, അകത്ത് കയറി കഴുത്തരം തിന്നാം, മൂക്കറ്റം കുടിക്കാം, ഏമ്പക്കം വിടാം, എഴുന്നേറ്റ് പോകാം. പോകുമ്പോൾ കോട്ട് ഊരി കൊടുക്കുക, കത്തിമേടിച്ച് പോക്കറ്റ് ഇടുക, വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക. ഇങ്ങനെ 15 ദിവസം. ബൈബിളിൽ ആദ്യപണ്ടാരമായ മനുഷ്യൻ കത്തെടുക്കാനും കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് വിട്ട് വണ്ടി പോലെ കല്യാണ പന്തൽ ഇടിച്ചു കയറി, ചെവിക്ക് പിടിച്ചു നോക്കി, പുറത്തേക്ക് തള്ളി വിട്ടു. വിവാഹ വസ്ത്രം പോസിച്ചില്ല, മിനിമം ഒരുക്കാൻ നടത്തിയിട്ടില്ല. നമുക്കറിയാമല്ലോ, ഒരേ നിറമുള്ള തുണി കൊടുത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരേ യൂണിഫോമിൽ നിൽക്കുമ്പം എന്ത് രസമാണ് കാണാൻ. നാട്ടിൽ ചില അപ്പനും അമ്മയും മരിക്കുമ്പോൾ വിദേശ ജോലിയുള്ള പെമ്മക്കൾ വരും. അവർ വന്നിട്ട് കറുത്ത ബ്ലൗസ്, കറുത്ത സാരി, വെളുത്ത നെറ്റിയും പോച്ച് ഒറ്റ നിപ്പുണ്ട്, 5-6 മക്കൾ. ആൾക്കാർ ശവത്തെ നോക്കിയില്ലെങ്കിലും ഈ ശവങ്ങളെ നോക്കും, കാണാൻ നല്ല രസം. ഇതാണ് കാനായിലെ കല്യാണ പന്തല്. ഒരേ വസ്ത്രം ധരിക്കുന്നവർ വിവാഹ വസ്ത്രം പോതച്ചില്ല, ഇറക്കി വിടും. നമ്മുടെ നാട്ടിൽ MLA MP ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാര് ഒരു നാണമില്ലാതെ വലിഞ്ഞു കയറി വരും ഉള്ള ഭക്ഷണം തീർക്കാനായിട്ട്. ക്രിസ്തു വന്നപ്പോൾ അങ്ങനെ കുറെ പേര് വലിഞ്ഞു കയറി വന്നു, കണക്ക് തെറ്റിപ്പോയി. നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ, അരുൾ ജ്യോതി, ആനന്ദഭവൻ കയറി ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ്റോസ്, പൂരി മസാല, മസാല ദോശ. ഓർഡർ കൊടുക്കാത്ത വയ്യാവേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തിക്ക് തീയല്ല കഴിച്ചിട്ട് പോരും. കാനാലെ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവട പോലെ ഇത്രയും പേര് വന്നപ്പോൾ വീഞ്ഞു തീർന്നു പോയി. അവിടെ മാതാവ് ഡ്യൂട്ടി ആരംഭിച്ചു. മറിയം 2 കാര്യങ്ങൾ ചെയ്യും. മറിയം ആരെന്ന് ചോദിച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അമ്മയാണ് മറിയം. മറിയം പറഞ്ഞു, മോനെ വീഞ്ഞു തീർന്നുപോയി. നമ്മുടെ ആവശ്യം ഈശോയോട് പറയുന്ന മധ്യസ്ഥ പരിശുദ്ധ അമ്മ. മോനെ അച്ഛൻ്റെ ചൈതന്യം വാർന്നുപോയി, ദമ്പതികളുടെ കൃപ ഊർന്നുപോയി, കുടുംബത്തിൻ്റെ സ്വത്ത് തീർന്നുപോയി, ആരോഗ്യം വരണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇനി ഇതൊക്കെ വേണോ? അവൻ പറയുന്ന പോലെ ചെയ്യും. ദൈവത്തിൻ്റെ മനസ്സ് നമ്മോടും നമ്മുടെ ആഗ്രഹം ദൈവത്തോടും പറയും പരിശുദ്ധ അമ്മ. ആ നിമിഷത്തിൽ പുത്രൻ പ്രവർത്തിച്ചു.
കൽഭരണികൾ കരുത്തോളം നിറയ്ക്കപ്പെട്ടു. കരുത്തോളം നിറയ്ക്കപ്പെട്ട കൽഭരണികൾ രക്ഷകന്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെളറി വെളുത്ത പച്ചവെള്ളത്തിന്റെ മുഖം നവധുവിന്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു വീര്യമുള്ള വീഞ്ഞായി. കലവറക്കാരൻ പറഞ്ഞു, അകത്ത് കയറിയൊന്നു ഞൊണഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഓ, ആദ്യത്തെ ഞങ്ങൾ മുന്തിയനം ഇതാണല്ലോ. എല്ലാവരും നല്ലത് ആദ്യം വിളമ്പുന്നു, പൂസാമം താഴ്ന്നു തരും. എന്നീ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും നല്ലത് ആദ്യം വിളമ്പും. ഞങ്ങൾ അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ ചില അച്ഛന്മാര് കുർബാന എത്തിയെന്ന് കണ്ടാൽ തോന്നും ഈ കക്ഷിയാണ് വിശുദ്ധ കുർബാന കണ്ടുപിടിച്ചയാൾ. നാടകം പോലെ ഏങ്ങലടിച്ച് ഭക്തിയോടെ നാടക കുർബാന എത്തിക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സമാധാനം കൊടുക്കുന്ന കണ്ടാൽ കുരിശിന്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. 15 വർഷം കഴിഞ്ഞ് അച്ഛൻ സമാധാനം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് വന്തി പോലെ. സമാധാനം നിങ്ങളോടുകൂടെ. വീര്യം പോയി, ലഹരി പോയി. ഇത് വിവാഹത്തിലോ കല്യാണം കഴിയുന്നു. ആദ്യ നാളുകളിൽ നല്ല ലഹരി. ഭാര്യയെ ഭർത്താവ് വിളിക്കും പൊന്നെ, തേന്, പാല്, വയമ്പ്, പൊട്ട്, പൊടിയെ, ചക്കര, മുത്ത്. എന്തൊരു സ്നേഹം! ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും കൊണ്ട് ഗേറ്റ് കടന്നു വരിക. ഗേറ്റിങ്ക വന്നപ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു, നീ അവളെ ഒന്ന് കോരിയെടുത്തേ, അവൾക്ക് നല്ല മണമുണ്ടെന്ന്, പെർഫ്യൂമിൻ്റെ മണം. അവൻ ചെന്ന് കോരിയെടുത്തു. കോരിയെടുത്തപ്പോൾ ഓവർവെയിറ്റ് ആയിരുന്നു, കനക്കൂടുതൽ, സിമെന്റിയാകു പോലെ. ഇവൻ മടുത്തുപോയി. വേച്ച് വേച്ച് വിളയും ചുവന്നുകൊണ്ട് പോകുമ്പോൾ ഇവൻ്റെ അമ്മ പെരകെ തരുന്ന ജനലിലൂടെ കണ്ടു മോൻ ഭാര്യയെ ചുവന്നോട് വരുന്നത്. അമ്മ പറഞ്ഞു, ഓ, വിവാഹത്തിൻ്റെ അത്ഭുതം! 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവന് 67 കിലോ ചുവന്നോട് വരുന്ന വരവ് കണ്ടില്ലേ? ആദ്യകാലത്ത് ഭയങ്കര തീർച്ചതാണ്. പിന്നെ മരപ്പ്. കഴിഞ്ഞ 50 നോയമ്പിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. വൈകുന്നേരം 6 മുതൽ 8:30 വരെ അച്ഛൻ്റെ ധ്യാന പ്രസംഗം. 5:30 കുരിശിൻ്റെ വഴി. ഞാൻ പള്ളിയോട് പോകുമ്പോൾ 65 വയസ്സോളം പ്രായം വരുന്ന ഒരു സ്ത്രീ വീർത്ത മുഖമായിട്ട് പള്ളിയിലേക്ക് നടക്കുന്നു. ഒപ്പം പ്രായമുള്ള കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പുറകെ നടക്കുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ, 50 വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ആദ്യം നല്ല വീര്യം, പിന്നെ വീര്യം പോയി. ക്രിസ്തു കൊണ്ടോ എവിടെയും വീര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവൻ വരുമ്പോൾ ഡെൻസിറ്റി വർദ്ധിക്കും. ഇതാണ് ബൈബിളിൻ്റെ വ്യാഖ്യാനം. അവൻ വരുമ്പോൾ ഡെൻസിറ്റി വർദ്ധിക്കും, സാന്ദ്രത വർദ്ധിക്കും. അവൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ച് വീഞ്ഞിൻ്റെ ഡെൻസിറ്റി ആവും. അച്ഛനൂടെ അവൻ അൾത്താരിൽ നിൽക്കുമ്പോൾ വീഞ്ഞിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ച് അവൻ്റെ രക്തത്തിൻ്റെ ഡെൻസിറ്റി ആവും. അവൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത വീഞ്ഞിൻ്റെ സാന്ദ്രതയാവും. അവൻ വരുമ്പോൾ വീഞ്ഞിൻ്റെ സാന്ദ്രത രക്തത്തിൻ്റെ സാന്ദ്രതയാവും. വെള്ളം ഇഷ്ടം, വീഞ്ഞ് സ്നേഹം. പൗരോഹിത്യത്തിൽ ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് അച്ഛൻ വളരണം. ദാമ്പത്യത്തിൽ ഇഷ്ടത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് ദമ്പതിമാർ വളരണം. ഇഷ്ടം നൈമിഷികമാണ്, തൊലിപ്പുറത്ത. സ്നേഹം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ശരിക്കും സ്നേഹമുണ്ടോ? എന്തും സഹിക്കും, എന്തും പൊറുക്കും, ഒന്നും അറിയല്ലോ. ഒരു നോൺ വെജ് ഹോട്ടലിൽ 75 വയസ്സുള്ള അങ്കിളും ഒപ്പം പ്രായമുള്ള ആൻറ്റിയും മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കും. 5-6 കോടതി പിള്ളേർ ഇടിച്ചു കയറി. അവർ 2 റൗണ്ട് കഴിച്ചിട്ടും അങ്കിളും ആൻറ്റിയും കഴിച്ച് തീരുന്നില്ല. ഒരു കുട്ടി പറഞ്ഞു, അങ്കിൾ ആൻറ്റി, പണം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങളുടെ വക ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സ്പോൺസർ ചെയ്യട്ടെ. പിള്ളേർ നോക്കുമ്പോൾ അങ്കിൾ ആദ്യം കഴിക്കും, പ്ലേറ്റ് തള്ളി കൊടുക്കും. ആൻറ്റി കഴിക്കും, ഉന്തി കൊടുക്കും. അങ്കിൾ കഴിക്കും, നിരക്കി കൊടുക്കും. ആൻറ്റി കഴിക്കും, പൊക്കി കൊടുക്കും. ഞങ്ങൾ മേടിച്ചു തരട്ടെ? അങ്കിൾ പറഞ്ഞു, ശല്യപ്പെടുത്തരുത്, ഞങ്ങൾ സമാധാനമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. പിള്ളേർ ചോദിച്ചു, നിങ്ങളെന്താ ഷെയർ ചെയ്യുന്നത്? അങ്കിൾ പറഞ്ഞു, ഞങ്ങളുടെ പല്ല്. ആദ്യം അങ്കിൾ കഴിക്കും, പിന്നെ ആൻറ്റിക്ക് കൊടുക്കും. ആൻറ്റി കഴിക്കും, അങ്കിളിന് കൊടുക്കും. ഈ ഇഷ്ടം സ്നേഹമാകുമ്പോൾ ഒന്നും അറിയില്ല, ഒരു ഭാരങ്ങളും അറിയില്ല, രുചിഭേദം അറിയില്ല, തടസ്സങ്ങൾ അറിയില്ല. അവൻ വരുമ്പോൾ ഗുണമേന്മകൾ മാറി മറിയുന്നു. കാന മനോഹരമായ ചിന്തകൾ നമുക്ക് തരുന്നു. 3 ആത്മീയ ചിന്തകൾ ഈ ധ്യാന സമയത്ത് കാനായിലെ കല്യാണ സദ്യയിൽ നിന്നും നമ്മൾ എടുക്കണം. 1, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. കാനായിൽ
വീഞ്ഞു തീർന്നപ്പോൾ കടം മേടിക്കാൻ അയൽവക്കത്തേക്ക് പോയില്ല. മകനോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരിഹാരം തരുന്നവൻ ചിറ്റൂരിൽ ഇല്ല, പരിഹാരം തരുന്നവൻ കൃപാസനത്തിൽ ഇല്ല, പരിഹാരം തരുന്നവൻ അട്ടപ്പാടിയിലില്ല, പരിഹാരം തരുന്നവൻ അണക്കരയില്ല, പരിഹാരം തരുന്നവൻ നിങ്ങളുടെ പെരയ്ക്കകത്തുണ്ട്, പരിഹാരം തരുന്നവൻ ഈ പള്ളിക്കകത്തുണ്ട്. നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ കൊന്തയെടുത്ത് മുറിയിലിരുന്ന് ഒരു രഹസ്യം ചെല്ലുക, ബൈബിൾ എടുത്ത് ഒരധ്യായം വായിക്കുക. മനസ്സ് നീളുമ്പോൾ പള്ളിയിൽ വന്ന് ഈ സക്രാരിയുടെ മുമ്പിൽ ചുമ്മാ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്താണ്. രണ്ടാമത്തെ ആത്മീയ ചിന്ത, അപ്രതീക്ഷിതമായ തകർച്ച വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണോ? ഈശോയും മാതാവും ഹൃദയത്തിൽ വേണം, വീട്ടിൽ വേണം. അപ്രതീക്ഷിതമായി കണക്ക് തെറ്റിപ്പോയി കാനായി, പക്ഷെ പ്രശ്നമില്ല, ഈശോയും മാതാവും ഉണ്ട്. ഓമനിച്ചു പറ്റിയ മകൻ മകൾ ഓർത്ത പോലെ വളർന്നില്ല, കണക്ക് തെറ്റി, പക്ഷെ തളരുകയില്ല. ഈശോയും മാതാവും കൂടെയുണ്ടോ? ധൈര്യം കിട്ടും. ഞാനും കണക്ക് കൂട്ടി ഇങ്ങനെ പോയാൽ 10 വർഷം കൂടെ പ്രസംഗിച്ച് നടക്കാം. പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നു, തളരാതിരിക്കണോ? ഈശോയും മാതാവും എൻ്റെ കൂടെ വേണം. കുഞ്ഞുങ്ങളെ അങ്ങനെ പരിശീലിപ്പിക്കണം, നമ്മളും അങ്ങനെ പരിശീലിക്കണം. അപ്രതീക്ഷിതമായ തകർച്ച വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണോ? ക്രിസ്തുവും അവൻ്റെ അമ്മയും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ വേണം. മൂന്നാമത്തെ ആത്മീയ ചിന്ത, കാനാ തരുന്നു, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കണോ? ക്രിസ്തു വേണം. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കണോ? ക്രിസ്തു വേണം. കാനായിൽ 6 വരഞ്ഞ വെള്ളം ഒഴിച്ചു കളയുന്നതാണ്. ക്രിസ്തു വന്നപ്പോൾ അത് കുടിക്കുന്ന വീഞ്ഞായി മാറി. ആവശ്യത്തിൽ അനുവാദ്യമല്ലാതെ മേടിച്ചു വെക്കുന്ന ചെരുപ്പ് ഒഴിച്ചു കളയുന്ന വെള്ളം, വസ്ത്രം ഒഴിച്ചു കളയുന്ന വെള്ളം, ആഭരണം ഒഴിച്ചു കളയുന്ന വെള്ളം, ബർത്ത്ഡേ പാർട്ടി ഒഴിച്ചു കളയുന്ന വെള്ളം, ഒരാവശ്യമില്ല ദൂർത്ത് അത് കുടിച്ചു തീർന്ന വീഞ്ഞാകണോ? എൻ്റെ കൊച്ചിന് 2 ചെരുപ്പ് മേടിക്കുമ്പോൾ, ചെരുപ്പ് മേടിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട കുട്ടിക്ക് 2 ചെരുപ്പ് മേടിക്കുമ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. എൻ്റെ വീട്ടിൽ ഒരു വലിയ കല്യാണം നടക്കുമ്പോൾ അരപ്പവൻ സ്വർണം ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കും. കള്ളും ആഘോഷവും കുറച്ചിട്ട് ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർന്ന വീഞ്ഞായി മാറും. ഒരു കിഡ്നി പേഷ്യന്റിന് ഡയാലിസിന് വേണ്ടി എൻ്റെ ദൂർത്ത് ചുരുക്കി 500 രൂപ കൊടുത്താൽ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർന്ന വീഞ്ഞായി മാറും. ക്രിസ്തു വരുമ്പോൾ സ്വഭാവം മാറും, ക്വാളിറ്റി മാറും, ഗുണമേന്മ മാറും. ഇന്ന് കള്ളിൻ്റെയും മറ്റും ബന്ധനം ഏതെല്ലാം വിധത്തിലാണ്. കുറച്ച് നാൾ മുമ്പ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരത്തിലുള്ള ട്രെയിൻ കാത്ത് ആൾക്കാരിരിക്കുക. 3 കുടിയന്മാർ പൂസായിട്ടിരിക്കുക, പുറത്തുള്ള ചാരി വെച്ച്. ചൂളം മുഴങ്ങി എല്ലാവരും ഓടിക്കയറി. 3 കുടിയന്മാരും ട്രെയിനിൽ ഓടിക്കയറി. 2 പേരിരുന്നു. മൂന്നാമത്തവൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടി മുമ്പോട്ട് കുതിച്ചു. ഇവൻ പുറത്തേക്ക് തെന്നി വീണു. വണ്ടി വിട്ടുപോയി. സ്റ്റേഷൻ മാസ്റ്റർക്ക് സഹതാപം തോന്നി. അദ്ദേഹം പറഞ്ഞു, വേറെ ടിക്കറ്റ് എടുക്കണ്ട, ആയിട്ട് ട്രെയിനെ കയറ്റിവിടാം, പക്ഷെ മേലിൽ പരസ്യമായിട്ട് കുടിച്ച് നാണം കെട്ടരുത്, ഒരു പാഠമായിട്ട് വെച്ചോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, പൊന്നു സാറേ, അതല്ല പ്രശ്നം, നീ എന്നെ അടുക്കുന്നുള്ളതാ. എന്നാ പറ്റി? എൻ്റെ സാറേ, ഞാനായിരുന്നു മംഗലാപുരത്തിന് പോകേണ്ടത്, അവന്മാർ ട്രെയിൻ കയറ്റി വിടാൻ വന്നതായിരുന്നു, അവർ കയറിയും പോയി, ഞാനിവിടെ ഈ ഒഴിച്ചു കളയുന്ന വെള്ളം ഒത്തിരിയുണ്ട്. ഒഴിച്ചു കളയുന്ന വെള്ളം ക്രിസ്തു വരുമ്പോൾ ദൂർത്തെല്ലാം മാറും, ദൂർത്ത് മാറിയിട്ട് ചിട്ടയും ക്രമവും. 1 ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. 2 ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 4:42 മുതൽ വാക്യങ്ങൾ. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ശതാധിപൻ വഴിയിൽ പ്രാർത്ഥിച്ചു, വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ഇതാണ് അധികാരം. ഇവിടെ ഇരുന്ന് ഒരമ്മ എൻ്റെ കർത്താവെന്ന് വിളിച്ചാൽ UK മകളിൽ ദൈവം പ്രവർത്തിക്കും. സന്ധ്യയ്ക്കിരുന്ന് കുടുംബം നന്മ നിറഞ്ഞ മറിയമേന്ന് ചെല്ലുമ്പോൾ ഗൾഫിലെ മക്കളിൽ ദൈവം പ്രവർത്തിക്കും. ഒരു ചെറുപ്പക്കാരി അമ്മ എൻ്റെ തമ്പുരാനെന്ന് വിളിക്കുമ്പോൾ ഹോസ്റ്റലിലെ കുട്ടിയിൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് ഇസ്രയേലിൽ ശാന്തത കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഫിലിപ്പീൻസിൽ ഭൂമി കുലുങ്ങരുതേ, തായ്ലൻഡിൽ വെള്ളം പൊങ്ങരുതേ. നമ്മൾ പ്രാർത്ഥിക്കണം.
പത്രത്തിൽ വാർത്ത കാണുമ്പോൾ അത് വെച്ചങ്ങ് പ്രാർത്ഥിച്ചോണം. ഒന്നും നോക്കണ്ട, ചുമ്മാ പ്രാർത്ഥിച്ചോണം. ദൂരത്തിന് വിളവികാരം. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എത്ര ദൂരത്തിലെ കാര്യം ഓർത്താലും അവിടെ ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ഭാഷയൊന്നും നോക്കണ്ട, ഉള്ളിൽ തോന്നുന്ന പോലെ പ്രാർത്ഥിക്കണം. ഒരു മോൾ 3 വർഷം കൂടി UK നിന്ന് നാട്ടിൽ വന്നു. മോളെ കണ്ടപാടെ അമ്മ മോളെ എന്നും പറഞ്ഞ് ആവേശത്തിൽ ഓടിച്ചത്. മോക്ക് മലയാളം വാക്ക് കിട്ടിയില്ല. അത് അമ്മയെ നോക്കി, ഓ ജനനി സുഖാണ്. അമ്മയ്ക്ക് മോളെ വട്ടി പിടിച്ചോന്ന് ചോദിക്കും. അമ്മയെന്നുള്ള വിളിയാ, ഭാഷയല്ല പ്രശ്നം. ഒരമ്മച്ചി രാത്രി കിടക്കാൻ നേരത്ത് കട്ടിലിരുന്നു. പിറ്റേന്ന് നോക്കുമ്പം തിരുഹൃദയ രൂപത്തെ നോക്കിയിട്ട് അമ്മ പറഞ്ഞു, കർത്താവേ, കുറേ നാളായി എൻ്റെ ഒരു ആവശ്യം പറയുന്നു, ഇതുവരെ നീ സാധിച്ചു തന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ പോയാൽ നമ്മൾ കൂട്ടുകെട്ടും ഉറപ്പാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതൊരു നല്ല പ്രാർത്ഥന. ഒരു കുടിയൻ ഉറങ്ങാൻ നേരത്ത് കട്ടിലിരുന്നു. ഒരു പ്രാർത്ഥനയും ഓർമ്മയെ കിട്ടുന്നില്ല. പ്രാർത്ഥനാ പുസ്തകം എടുത്തപ്പം ലൈനെല്ലാം ഡബിളായിട്ട് കാണും. കുടിയൻ ഇരുന്നിരിപ്പിൽ ഈ മുഴുവൻ ചൊല്ലി, കായിക ഗായിക ഇച്ഛാവലം. കുടിയൻ പറഞ്ഞു, കർത്താവെ, അറിയാവുന്ന അക്ഷരം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോണ്, ഇപ്പോഴും എന്നേക്കുവാണ്. അപ്പം പ്രാർത്ഥനയ്ക്ക് ചുമ്മാ പ്രാർത്ഥിച്ചോണം. ചിലപ്പം ഓർത്തതിനേക്കാൾ കൂടുതൽ കിട്ടും, ചിലപ്പം ഓർത്തതുപോലെ കിട്ടും. എറണാകുളത്ത് ഒരു കത്തോലിക്ക പെൺകുട്ടി ഈഴവനായ ചെറുപ്പക്കാരനെ പ്രേമിച്ചു. പ്രേമം മൂത്തപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടും കൂടെ പോയി തൂങ്ങിച്ചാവും, അല്ലെ വിഷം കഴിച്ച് മരിക്കും, ഒളിച്ചോളും. അമ്മ ഒരു മോളെ പൊട്ടത്തരം പറയല്ലേ, എല്ലാ ചൊവ്വാഴ്ചയും കല്ലൂര് അന്തോനീസിൻ്റെ നൊവേന 10,000 പങ്കെടുക്കുന്നു. 9 ആഴ്ച നമുക്ക് പോയി നൊവേന കൂടാം. കൂടിയിട്ട് പറയാം, അന്തോനീസെ, കർത്താവിനോട് പറഞ്ഞ് അവനെ കത്തോലിക്കലാകണം, എന്നെ കെട്ടിക്കാൻ ഇടയാക്കണം. ഇവർ പോകാൻ തുടങ്ങി. 5-ാമത്തെ ആഴ്ച അവൾ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇനി നൊവേനയ്ക്ക് പോകണ്ട. അതെന്നാടി, അവൻ മതം മാറാവെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, പ്രാർത്ഥനയുടെ പവർ മതം മാറാവുന്നല്ല, അവനിപ്പം അച്ഛനാകാൻ പോകണമെന്നാണ് പറയുന്നത്. കല്യാണം നടക്കാൻ ഒരു സാധ്യതയില്ല. ചിലപ്പോൾ തന്നെയൊക്കെ കൂടുതൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവെച്ചൊരു ചിന്ത 18 ലക്ഷം പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ആലുവയിലെ മിണ്ടാമഠം. ആലുവ മിണ്ടാമഠത്തിൽ അച്ഛൻ ധ്യാനിപ്പിക്കും. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യാം. എന്താ? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നീലൻ മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ മാങ്ങാണ്ടിയെ മുഴുവൻ വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഊറാല തന്നു, ആനമ്പളം തന്നു, പ്രാർത്ഥനാ പുസ്തകം തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടി നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ദൈവമായ കർത്താവേ, ഈ നീലം മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും ബന്ധിക്കണേ. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമ്പത്ത്. മഴവെള്ളത്തിൽ കുളിച്ച പോലെ ആനാമ്പഴത്തിൽ മാവ് നനഞ്ഞു നിന്നു. ഞാൻ ഭരണങ്ങാനത്തേക്ക് പോയി. 1 മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാന പ്രസംഗത്തെക്കാൾ ഞങ്ങളെ സ്വാധീനിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥന ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു തിരാമലയും കാറ്റും വന്ന് മാവ് മൂടെ ഒടിഞ്ഞു പോയി. ഇനി ബന്ധിക്കാൻ പോകുമ്പോൾ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശു. ഏത് ലോകത്ത് എവിടെയുള്ള കാര്യം ഇവിടെ ഇരുന്ന് നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. NGO ക്വാർട്ടേഴ്സിലെ ഈ പള്ളിയിൽ, എൻ്റെ മുറിക്കകത്ത്, പെരയ്ക്കകത്ത് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിൻ്റെ മേൽ, 3 സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഈസ് പവർ ഓവർ ടൈം. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 5:1 മുതൽ 18 വരെ. ബെസേദ കുളക്കടവിൽ 37 വർഷമായി തടഞ്ഞു കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മാലാഖ വന്ന് ഓർമ്മയിളക്കിയപ്പോൾ സൗഖ്യം. പക്ഷേ മാലാഖ ഓർമ്മയിളക്കാത്ത സമയത്ത് ക്രിസ്തു വന്ന് തളർവാദക്കാരനെ സുഖപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, നമ്മൾ ഓർക്കുന്ന സമയത്തല്ല ദൈവം പ്രവർത്തിക്കുക. പലപ്പോഴും നിരാശപ്പെടാൻ കാരണം നമ്മൾ ഓർത്ത കാര്യം ഓർത്തതുപോലെ ഓർത്ത സമയത്ത് നടന്നില്ലെങ്കിൽ നമുക്ക് നിരാശ വരും.
സാധാരണമാണ്. പെണ്ണിന് വയസ്സ് 29, കല്യാണം നടന്നില്ല. അമ്മയ്ക്ക് ടെൻഷൻ. പക്ഷെ ദൈവം വെച്ച സമയം 32-ാം വയസ്സായിരുന്നു. കല്യാണം കഴിഞ്ഞു, 5 വർഷമായി മക്കളില്ല. ദൈവം കുഞ്ഞിനെ കൊടുത്തത് 9-ാം വർഷത്തിലാണ്. ഒരു രോഗത്തിന് മരുന്ന് ചെയ്തു, സൗഖ്യം കിട്ടിയത് 3 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി. ഇന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ വരവിന് ശേഷം ആൾക്കാർക്ക് ധ്യാനമെന്ന് പറഞ്ഞാൽ തലയൊക്കെ വെക്കുമ്പോൾ കാണുക കിട്ടുക ഈ രീതിയിലാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിപ്പിക്കാൻ പോയി, തലയൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് ആയപ്പോൾ അയാൾ ചോദിച്ചു, അച്ഛൻ വല്ലതും കാണുന്നുണ്ടോ, അച്ഛന് വല്ലതും കിട്ടിയോ, അച്ഛൻ വേട്ടോൻ എലിയെ പിടിക്കാൻ പോയതാണോ, വെക്കുമ്പോഴേ കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഇങ്ങനത്തുള്ള ഈ ഗോഷ്ഠി അന്ധവിശ്വാസം മാറ്റിയിട്ട് വചനം പഠിക്കുക, വചനത്തെ ശ്രമിക്കുക, ഇതൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഒരച്ഛൻ, നല്ല പ്രാർത്ഥന വരമുള്ള അച്ഛൻ, ഒരു ധ്യാനം കഴിഞ്ഞ് വെളുപ്പിനെ 5:30 പരഞ്ഞാനം അസീസി ധ്യാനമന്ദിരത്തിൽ അച്ഛൻ കയറി വന്നപ്പോൾ മലബാറിൽ നിന്നൊരു കുടുംബം അച്ഛനെയും കാത്ത് നിൽക്കുക. 8 പേരുടെ ഒരു കുടുംബം. അച്ഛൻ ചോദിച്ചു, എന്താ ഇന്ന അച്ഛനല്ലേ? അതെ. നിങ്ങൾ എവിടുന്നാ? മലാപ്പറമ്പിൽ നിന്ന്. എന്താ വന്നത്? ഇയാളുടെ ഇളയ മകൻ ഒളിച്ചുപോയി. അതിന് അച്ഛൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് അവൻ എവിടാ പോയെന്ന് പറയാമെങ്കിൽ പിടിച്ചോണ്ട് വരാൻ വേണ്ടിയാ. അച്ഛൻ പറഞ്ഞു, അതുകൂട്ട് പവർ ഉണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഭീകരന്മാരെ പിടിപ്പിക്കുന്ന പണി എന്നെ ഏൽപ്പിക്കുമായിരുന്നല്ലോ. എന്നാൽ പോയ ദിശ പറയാവോ? അച്ഛൻ പറഞ്ഞു, 1 മാസം കുർബാനി ഞാൻ ഓർക്കും, നിങ്ങളുടെ മോൻ തിരിച്ചു വരും. അവരങ്ങ് പോയി. അച്ഛൻ കയറി വന്നപ്പോൾ സുപ്പീരിയർഷൻ ചോദിച്ചു, വെളുപ്പിനെ കസ്റ്റമേഴ്സ് ആരോ ഉണ്ടായിരുന്നല്ലേ? അച്ഛൻ ചിരിച്ചു. എവിടുന്നാ? കോഴിക്കോട് നിന്ന്. എന്താ വന്നത്? ഒരാളുടെ മകൻ ഒളിച്ചുപോയി. അതിന് പ്രാർത്ഥിച്ചിട്ട് അവൻ പോയ സ്ഥലം പറയാമെങ്കിൽ പിടിച്ചോണ്ട് വരാമെന്ന്. അച്ഛൻ സ്ഥലം പറഞ്ഞു. അതെങ്ങനെയാ പറയുന്നത്? അപ്പോൾ അവർ പോയില്ല. പിന്നെ പോയ ദിശ പറയാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അതെങ്ങനെയാ പറഞ്ഞു? ചുമ്മാ കണ്ണടച്ചിട്ട് അവൻ വടക്കോട്ട് പോയതായിട്ട് കാണുന്നു, അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അച്ഛൻ പിന്നെ അങ്ങനെയാണ് പിന്നെ തെക്കോട്ടെന്ന് പറഞ്ഞു പോലെ പറയല്ലേ. തെക്കോട്ട് പോയാൽ തപ്പി കന്യാകുമാരി, പിന്നെ കടലാണ്, തപ്പു നിൽക്കും. വടക്കോട്ടാണെങ്കിൽ UP, രാജസ്ഥാൻ, കാശ്മീർ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, തപ്പി പോകുള്ളൂ. ഇന്ന് തപ്പലാണ് പല ധ്യാനമന്ദിരങ്ങളും, കാണലാണ് പല വചന പ്രഘോഷണങ്ങളും. പഠനമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനമല്ല. ഇവിടെയാണ് പറയുക, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിനെ നമ്മൾ അനുഭവിക്കണം. സമയത്തിൻ്റെ മേൽ ഏത് സമയത്തും കർത്താവ് നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരും. നിക്കോദേമോസിനെ രക്ഷിക്കാൻ അവൻ വന്നത് യോഹന്നാൻ 3 രാത്രിയിൽ. സമറിയാക്കാരെ രക്ഷിക്കാൻ അവൻ യോഹന്നാൻ 4 വന്നത് ഉച്ചയ്ക്ക്. തളർവാദ രോഗിയെ രക്ഷിക്കാൻ അവൻ യോഹന്നാൻ 5 വന്നത് രാവിലെ വന്നവൻ, ഉച്ചയ്ക്ക് വന്നവൻ, രാത്രി വന്നവൻ. ഏത് നിമിഷത്തിലും കടന്നു വരാം. അപ്പോൾ യേശു പറയുക, ജാഗരൂകരായിരിക്കുവിൻ. ഏത് നാഴിയിൽ, ഓർക്കാത്ത മണിക്കൂറിൽ, അറിയപ്പെടാത്ത വിനാഴിയിൽ മനുഷ്യപുത്രൻ കടന്നു വരാം. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. ഞാനെപ്പോഴും ഒരുക്കമുള്ള മനുഷ്യനാകണം. ദൈവം എപ്പം വിളിച്ചാലും പോകാൻ ഒരുക്കമുള്ള മനുഷ്യൻ. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിൻ്റെ മേൽ, 3 സമയത്തിൻ്റെ മേൽ, 4 ഹിസ് പവർ ഓവർ നമ്പർ ഓർ ലിമിറ്റേഷൻ. ഈ എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ അധികാരമുള്ള മനുഷ്യൻ. എണ്ണം, പരിമിതി. യോഹന്നാൻ 6:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഒരു പുരുഷാരം യേശുവിൻ്റെ പ്രസംഗം കേട്ട് പരിസരം മറന്ന് ഇരുന്നു. അവർക്ക് വിശക്കുന്നു എന്ന കാര്യം അവർ പറയുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, ആരുണ്ട് ഇവിടെ? ഒരു ബാലൻ, 5 ഉണക്കിയപ്പവും 2 മീൻ വറുത്തതും. പന്തിയായിരുത്തിയിട്ട് അവൻ അപ്പം വിളമ്പി. ഇതാണ് തിരുസഭയുടെ ചരിത്രം. തിരുസഭ ഇന്ന് 140 കോടി കത്തോലിക്കർ ഈ ലോകത്തുണ്ടെങ്കിൽ അതിൽ ആൾക്കൂട്ടമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന ആൾക്കൂട്ടത്തെ അവൻ പന്തിയാക്കി. ഒരു പന്തി എറണാകുളം അങ്കമാലി ഭദ്രാസനം, ഒരു പന്തി പാലാരൂപത, മറ്റൊരു പന്തി കോതമംഗലം രൂപത. എറണാകുളത്തെ പന്തിയെ ദൈവം വീണ്ടും പന്തിയാക്കി. ഒരു പന്തി NGO കോട്ടേഴ്സ്, മറ്റൊരു പന്തി കാക്കനാട്, വേറൊരു പന്തി പാലാരിവട്ടം, വേറൊരു പന്തി കത്തീഡ്രൽ. അപ്പം വിളമ്പാൻ അച്ഛന്മാരെ ഏൽപ്പിച്ചു. പണ്ട് അപ്പസ്തലന്മാരെ ഏൽപ്പിച്ചതുപോലെ വിളമ്പാൻ പറഞ്ഞു. വിളമ്പി. സ്ത്രീകളും കുട്ടികളും ഒഴികെ
5000 പുരുഷന്മാർ ഭക്ഷിച്ചു. ഈ പന്തിയുടെ 50-ാം വാർഷികത്തിലാണ് നമ്മൾ. ദൈവം അപ്പം വിളമ്പിയ എഞ്ചിൻ കോട്ടേഴ്സിലെ സെന്റ് ആനീസ് പള്ളി എന്ന പന്തിയുടെ 50-ാം വർഷത്തിലാണ്. അവിടെ അവൻ ചെയ്തതെന്താ? അവൻ അപ്പം വിളമ്പി 5000 പുരുഷന്മാർ ഭക്ഷിച്ചു, സ്ത്രീകളും കുട്ടികളും ഒഴികെ. ഇപ്പോൾ ഉറപ്പാണ് 10,000 പെണ്ണുങ്ങളും 12,000 പിള്ളേരും അപ്പം തിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 12 കൂട്ട ബാക്കി വന്നു. കാരണം 12 അപ്പസ്തോലന്മാരാ അപ്പം വിളമ്പിയത്. അവർക്ക് പണ്ടേയുള്ള രീതിയാണ് അപ്പസ്തോലിക പാരമ്പര്യത്തിൽ പഞ്ഞത്തരം പറയുക എന്നുള്ള ഒരു രീതിയുണ്ട്. യേശുവിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് അപ്പം എടുത്തിട്ട് ജനത്തിൻ്റെ ഇരയിൽ വിളമ്പി. വിളമ്പുമ്പോൾ ഇവര് കർത്താവിനെ നോക്കി പറഞ്ഞു, തമ്പുരാനെ തികയുവോ ആവോ, തികയുവോ ആവോ പറഞ്ഞ ഓരോരുത്തരുടെയും തലയിൽ ഓരോ കൊട്ട വീതം കൊടുത്തു. പിടിക്കടാ പിടിക്ക്, ചുമക്കടാ ചുമക്ക്, പഞ്ഞത്തരം പറയല്ലേ. ഇന്നും എത്ര വലിയ ശമ്പളം ഇടലും എത്ര തുക ഉണ്ടെങ്കിലും പള്ളിക്കൊരു 5000 രൂപ ചോദിച്ചാൽ ചില ആൾക്കാർ അത് കൊടുക്കുന്നതിന് മുമ്പ് ലിയോ 14 ഇളയ അനിയന്റെ മൂത്ത മകന്റെ കുറ്റം വരെ പറയും. എന്നിട്ടേ കൊടുക്കുള്ളൂ 5000 രൂപ പള്ളിക്ക്. ഇതൊരു അപ്പസ്തോലിക പഞ്ഞത്തരം എല്ലാ രൂപതയിലുണ്ട്, എല്ലായിടത്തും കൊടുക്കും. ഏതാണ്ടൊക്കെ പറഞ്ഞേച്ച് കൊടുക്കുക. യേശു എന്ത് ചെയ്തു? ഈ 12 പേരുടെയും തലയിൽ ഓരോ കൊട്ട വീതം കൊടുത്തിട്ട് പറഞ്ഞു, ചുമക്കടാ ചുമക്ക്, പിടിക്കടാ പിടിക്കുക, ഇനി ഇല്ലേ ഇല്ലേ എന്ന് പറയല്ലേ. 5-ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുന്ന ലേഡി ടീച്ചർ അല്പം ഗമയുള്ള ആളാ. നല്ല ചുരിദാറൊക്കെ ധരിച്ച് ക്ലാസ് എടുത്തിട്ട് ഒരു മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും, കൃത്യ ഉത്തരം പറയുന്ന ആൾക്ക് ഈ ഫോൺ, കിട്ടുന്ന ആൾ തിരിച്ച് എന്നോട് ചോദിക്കണം, പറഞ്ഞാൽ ഫോൺ എനിക്ക്, അല്ലെ പറഞ്ഞില്ലേ നിനക്ക്. 30 പിള്ളേര് മുൾമനയിലിരുന്നു. ടീച്ചർ ചോദിച്ചു, യൂദാസിന് വരും കുറി വീണ ശിഷ്യന്റെ പേര് ആർക്ക് പറയാം? ഒരു കുട്ടി ചാടി എഴുതിട്ട് പറഞ്ഞു, മത്തിയാസ്. അവൻ ഫോണും കൊണ്ടുപോയി. നീ ചോദിക്ക്, പറഞ്ഞാൽ എനിക്ക്, പറഞ്ഞില്ലേ നിനക്ക്. ടീച്ചറിനെ തോപ്പിക്കാൻ പറ്റുമോ? അവൻ ബിരുദനാ. അല്പം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ യേശു ക്രിസ്തു 5 അപ്പം 5000 പുരുഷന്മാർ കൊടുത്തു. അവർക്ക് തിന്നില്ല, തിന്നു. ആ തിന്നോമാരുടെയൊക്കെ പേര് ഒന്ന് പറയാമോ? അങ്ങനെ ഫോൺ പോയി. ഇന്ന് പിള്ളേരെ തോപ്പിക്കാൻ പറ്റുന്ന കാലമാണ്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഞായറാഴ്ച ക്ലാസ് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പേര് വിളിക്കും. അവർ പ്രസന്റ് സാറെന്ന് പറയുന്നതിന് മുമ്പ് ബൈബിൾ വാക്യം പറയണം, പറഞ്ഞിട്ട് പ്രസന്റ് സാറെന്ന് പറയണം. അപ്പോൾ സാറിന് വലിയ ആഗ്രഹം കുഞ്ഞുങ്ങൾ ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരും മടുത്തു, എല്ലാ ആഴ്ചയും പറയണ്ടേ. മാത്യു കേറ്റി, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, പ്രസന്റ് സാർ. ഏലിയാമ്മ സ്റ്റീഫൻ, എപ്രയും നിന്റെ വത്സരപുത്രൻ പൊന്നമ്മനക്കുട്ടൻ, പ്രസന്റ് സാർ. മേരിക്കുട്ടി കുരുവിള, സമാധാനം തരുന്നു, എൻ്റെ സമാധാനം തരുന്നു, പ്രസന്റ് സാർ. ഒരു കുസൃതി ചെറുക്കനുണ്ട്, ലൂക്കോസ്, പേര് വിളിച്ചു. അവൻ മടുത്തിരിക്കുക, ലൂക്കോസ് കെറ്റി. അവൻ പറഞ്ഞു, സാത്താനെ ദൂരെ പോ, പ്രസന്റ് സാർ. ആർക്കും ഇങ്ങനെയെന്ന് പറയാമല്ലോ, എവിടെയും പറയാൻ പറ്റും. ഇവിടെ യേശു എന്ത് ചെയ്തു? ഈ 5 അപ്പം എടുത്തു. 5 അപ്പം എടുത്തിട്ട് 5 പ്രവൃത്തികൾ ചെയ്തു. 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ. 1 എടുത്തു, 2 ഉയർത്തി, 3 വാഴ്ത്തി, 4 മുറിച്ചു, 5 കൊടുത്തു. കർത്താവിനെ കൊടുക്കാതെ അപ്പം പങ്കുവെച്ചാൽ അപ്പത്തിൻ്റെ പൊടിയോ മീനിൻ്റെ മുള്ളോ ആർക്കും കിട്ടിയാല. തമ്പുരാനെ കൊടുത്തപ്പോൾ സമൃദ്ധിയായി കൊടുത്തു. സന്ധ്യാപ്രാർത്ഥന എത്തിക്കുമ്പോൾ, കുമ്പസാരിക്കുമ്പോൾ, ഷക്കീന ഷാലും ഗുഡ്നസ് ചാനൽ തിരുമണിക്കൂർ കാണുമ്പോൾ, ഭക്തിഗാനം ആലപിക്കുമ്പോൾ, TV-യോട് ചേർന്ന് കൊന്ത ചെല്ലുമ്പോൾ അവൻ നമ്മളെ എടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിച്ചു കൊടുക്കുക. ഈ നടുക്കത്തെ വാക്ക് ശ്രദ്ധിക്കണം, വാഴ്ത്തി. ഒരച്ഛൻ വാഴ്ത്തി കൊടുത്തോ അച്ഛൻ ചെല്ലുന്ന ഇടവക സ്വർഗമാവും. അച്ഛൻ ധ്യാനത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഒരപ്പൻ വാഴ്ത്തി കൊടുത്തോ ഭാര്യയ്ക്കും മക്കൾക്കും സന്തോഷമുണ്ടാവും. ഒരമ്മ വാഴ്ത്തി കൊടുത്തോ സമാധാനം ഉണ്ടാവും. എന്താ വാഴ്ത്തി? 2 രീതിയിൽ കൊടുക്കാം. വാഴ്ത്തിയും കൊടുക്കാം, വാഴ്ത്താതെയും കൊടുക്കാം. ഭാര്യ എന്നാ ഉണ്ടാക്കിയാലും ചൊറിഞ്ഞ വർത്താനം പറയുക. മീൻ കരിഞ്ഞു പോയി, മുരിങ്ങക്ക പാലം പോലെ ഇരിക്കുന്നു, ചോറ് വെന്തുപോയി, കഞ്ഞോളം കൊഴുത്തുപോയി, രസത്തിന് എരിവ, സാമ്പാറിന് ഉപ്പ, ഇതെല്ലാം മനസ്സിൽ വെട്ടി വിഴുങ്ങുന്ന ആണുങ്ങളുള്ളത്. നാം മിണ്ടാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയപ്പോരെ വാഴ്ത്തി കൊടുക്കണം. പരാതിയില്ലാതെ. സ്ത്രീകളുണ്ട്, നിങ്ങളെപ്പോലെ പച്ചയായ സ്ത്രീകളായിരുന്നു മറിയം ത്രേസ്യ, എബ്രേസ്യാമ്മ, അൽഫോൻസാമ്മ. മഠത്തിലും വീട്ടിലും കരിയും ചെളിയും
പുകയും പിടിച്ച കരിക്കിളങ്ങളും കരിച്ചട്ടികളുമുണ്ട്. ആ വിശുദ്ധരായ സ്ത്രീകൾ വാഴയില ചാരും കയറേ മണല് ബിമ്മ ബ്രഷ് എല്ലാം എടുത്ത് പാത്രം തേച്ച് കഴുകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട പാപികളുടെ മാനസാന്തരത്തിൽ, ലോകത്തിന്റെ വിശദീകരണത്തിൽ ഈ ചെളി, ഈ പുക, ഈ കരി ഇങ്ങനെ പോട്ടെ, അങ്ങനെ തേച്ച് കഴുകി. ഇവിടുത്തെ തൃക്കാക്കരയിൽ നമ്മുടെ ഇവിടെയുള്ള വീട്ടിലുമുണ്ട് കരിയും പുകയും ചിലപ്പം പൊടിയൊക്കെ പിടിച്ച പാത്രം, ബിമ്മും ബ്രഷും ഒക്കെ ഉണ്ട്. എത്ര സഹോദരിമാര് പാത്രം തേച്ച് കഴുകുമ്പോൾ പ്രാർത്ഥിക്കും. കെട്ടിയവന്റെ തലതിരിവിനും അമ്മായിമ്മയുടെ മനംതിരിവിനും നാത്തുവിന്റെ മാനസാന്തരത്തിനും കുട്ടികളുടെ നല്ല പഠനത്തിനും ഈ പുക, ഈ ചെളി ഇങ്ങനെ പോട്ടെ, നിങ്ങൾ തേച്ച് കഴുകും എന്നാ പറഞ്ഞോണ്ട മുടിഞ്ഞ ഇടപാട്, ഒടുക്കത്തെ പുക, അവസാന കരി പിറുപിറുത്ത് വിളിച്ച് ചെയ്യുന്നത് വാഴ്ത്തി കൊടുക്കണം. എൻ്റെ കൂടെ ധ്യാനത്തിന് സഹായിക്കാൻ വരുന്ന ഒരാത്മായ നല്ല പ്രാർത്ഥനാ വരമുള്ളയാള്, പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തിയാണ്. പക്ഷെ ഒരു കുഴപ്പം, രോഗിയുടെ രോഗം മാറും, ആ സൂക്കേട് ഇവന് ചാടിപ്പിടിക്കും. ഇതാണ് പ്രശ്നം. തലവേദന ഉള്ളവരോട് പ്രാർത്ഥിച്ചോ, ഇവന് തലവേദനയോട് തലവേദന. തണ്ടല് വേദനയാണോ, ഇവന് തണ്ടലിന് വേദന. ചുമയാണോ, ഇവന് ചുമയോട് ചുമ. അവൻ പറഞ്ഞ, അച്ഛാ ഇനി മേൽ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വരികയല്ല, ആ രോഗം എനിക്കിട്ട് കിട്ടും. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, അങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വരുമ്പോൾ ഇങ്ങേര് ഒരു കാരണവശാലും ഗർഭിണികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ചാടിപ്പിടിക്കുമെന്ന് പേടിക്കുന്ന ലോകത്തിലാണ്. ഇവിടെയാണ് വാഴ്ത്തിപ്പെടുന്നത്. പഠിക്കാൻ കുട്ടി പുറകോട്ടാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പനമ്മ കൈനീട്ടി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. 10 ഇരട്ടിയായി ബുദ്ധിശക്തി വളർന്നു വരും. ഒരു സ്വഭാവം മോളുടെ പങ്കാളി മാറാൻ ആഗ്രഹിക്കുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ 10 ഇരട്ടിയായിട്ട് വരും. 10,000 രൂപയുണ്ട്. 500 രൂപ കിഡ്നി പേഷ്യന് ഡയാലിസിസ് കൊടുത്തോ, ദൈവം 15,000 ആക്കി ആ തുക വർദ്ധിപ്പിക്കും. വാറ്റി കൊടുക്കുന്ന ഒന്നും ദൈവം കളയുകയല്ല, ജീവന്റെ പുസ്തകത്തിൽ അത് നിത്യമായി കോറിയിടും. അപ്പം എണ്ണത്തിന്റെ മേൽ, പരിമിതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിന്റെ മേൽ, 3 സമയത്തിന്റെ മേൽ, 4 എണ്ണത്തിന്റെ മേൽ. യേശുവിന്റെ 5ാമത്തെ അധികാരം യോഹന്നാൻ വിശദീകരിക്കുന്നു. 6-ാം അധ്യായം 16 മുതൽ 24 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 6, 16 മുതൽ 24 വരെ വാക്യങ്ങൾ. ഒരു രാത്രിയിൽ പത്രോസ് വള്ളത്തിന്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുമ്പോൾ പാതിരാത്രിയിൽ ഒരു ശബ്ദം. നോക്കുമ്പോൾ ഓളങ്ങളിൽ ഒതളങ്ങാ പോലെ, കടലാസ് വെള്ളം വെള്ളത്തിൽ നിന്ന് പോലെ ഒരു ശരീരം പൊങ്ങി വരുന്നു. ഫിസിക്സിൽ ഒരു തിയറി കുട്ടികൾ പഠിക്കണം. ആ തിയറിയാണ് ദി ഓസ്മോസിസ് തിയറി. ഓസ്മോസിസ് തിയറി എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയതെല്ലാം സാന്ദ്രത കുറഞ്ഞതിൽ നൊത്തിറങ്ങും. ദേഹത്തിന് വെള്ളത്തേക്കാൾ സാന്ദ്രത, ദേഹം വെള്ളത്തിൽ നൊത്തിറങ്ങും. കല്ലിന് വെള്ളത്തേക്കാൾ സാന്ദ്രത, കല്ല് വെള്ളത്തിൽ നൊത്തിറങ്ങിപ്പോകും. പക്ഷെ താന്നു പോകാതെ ഒരു ശരീരം പൊങ്ങിക്കിടന്നാൽ അത് ഭൂതമായിരിക്കും. എന്നാ കണ്ടാലും വിളിച്ചു വരുന്ന പത്രോസ് വലിയ വായിലേ പറഞ്ഞു, ഭൂതം 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 വരുന്നേ. ക്രിസ്തു പറഞ്ഞ, പത്രോസ് ഇത് ഭൂതമല്ല, നിന്റെ ഭൂതകാലം കാണാപ്പാടം പഠിച്ച നിന്റെ ഗുരുവും കർത്താവും. അന്നം പങ്കിട്ട, അപ്പം പങ്കിട്ട നിന്റെ ഗുരുവും കർത്താവുമാ. സംശയമുണ്ടോ? നിന്റെ അമ്മയുടെ 105 ഡിഗ്രി പനി ഒരു സ്പർശനത്തിൽ പൊക്കിയെടുത്ത നിന്റെ ഗുരുവും കർത്താവും. 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികളോട് ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു, അബ്രഹാമിന് മക്കളെ പ്രസവിച്ച 2 പെണ്ണുങ്ങളുടെ പേര്. പിള്ളേർ പറഞ്ഞു, ആഗാർ, സാറ. മോശയുടെ അമ്മായിപ്പന്റെ പേര് ജത്രോ, ഭാര്യയുടെ പേര് സിപ്പോറ. എങ്കിൽ പത്രോസിന്റെ അമ്മായിയമ്മയുടെ പേര് പിള്ളേർ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഒരു കുട്ടി ഒരു പഠിപ്പിച്ചില്ലെങ്കിലും എനിക്കറിയാം, ബൈബിളിലുണ്ട്, ഹീബ്രു ഭാഷയിലാണ് ആ പേര് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ ടീച്ചറെ, പത്രോസിന്റെ അമ്മായിമ്മയുടെ പേരല്ലേ മിസ്സിസ് കലശലായി. മിസ്സിസ് കലശലായി കാരണം ബൈബിളിൽ പറഞ്ഞു പത്രോസിന്റെ അമ്മായിമ്മ കലശലായി പനി പിടിച്ചു കിടക്കാന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മായിമ്മയുടെ മേൽ തൊട്ട് മാറ്റിയ നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. പത്രോസ് പറഞ്ഞു, എങ്കിൽ എന്നെ കൂടെ ഈ ടെക്നിക്ക് ഓളങ്ങളിൽ ഒന്ന് ഒഴുക്കി നടന്നോ. പോരാൻ പറഞ്ഞു, ഇറങ്ങി നടന്നു. വെള്ളത്തിന് മീതെ പത്രോസിനെ നടത്തിയിട്ട് യേശു പറഞ്ഞു,
ജ്ഞാനത്തിന്റെ പുസ്തകം 16:12. മരുന്നോ ലേപന ഔഷധമല്ല, സുഖപ്പെടുത്തുന്ന നിന്റെ വചനമാ സൗഖ്യം തന്നത്. മരുന്നല്ല, ലേപന ഔഷധമല്ല, സുഖപ്പെടുത്തുന്ന വചനം. പ്രപഞ്ച നിയമത്തിന്റെ അധികാരം. ജഗതിയുടെ മകള് എൻ്റെ കൂട്ടുകാരിയാ. PC ജോർജിന്റെ മകന്റെ ഭാര്യ അൽഫോൻസ സംസാരിക്കാൻ വരും, വർത്താനം പറയും. എന്നോട് പറഞ്ഞു, അച്ഛൻ തിരുവനന്തപുരത്ത് പേയാടുള്ള വീട്ടിൽ വന്നു, എൻ്റെ അപ്പൻ്റെ തന്നെ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ജഗതിയെ കണ്ടു. ജഗതി കണ്ടപാടെ കൈകൂപ്പി. ഞാനോർത്തു എന്നെ അറിഞ്ഞില്ല. അത് ക്യാമറയെ ഫേസ് ചെയ്യുന്ന ഒരു മെക്കാനിസം. വീണ്ടും ജഗതി ചെരിഞ്ഞു വീണു. മെഡിക്കൽ സയൻസിൽ ജഗതി ശ്രീകുമാറിന് ഇനി ഒരിക്കലും വർത്താനം പറയാൻ പറ്റുകയില്ല. പക്ഷേ അസ്ഥികൂടത്തെ സൈന്യമാക്കിയ SK ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. പ്രപഞ്ച നിയമങ്ങൾ. കല്യാണം കഴിഞ്ഞു, എല്ലാ പരിശോധനയും നടത്തി, പക്ഷേ ഗർഭിണിയാകുന്നില്ല മകൾ. പക്ഷെ പിന്നീട് 11 വർഷം കഴിഞ്ഞ് ഇരട്ടപ്പിള്ളാരെ പ്രസവിച്ച ഒരു മോൾ. ഡോക്ടർ രോഗിയെ നോക്കിയിട്ട് പറഞ്ഞു, കൂടിയാൽ 6 മാസം, ഏറിയാൽ 1 വർഷം. പറഞ്ഞ ഡോക്ടർ മരിച്ചിട്ട് ഇത് 10ാം വർഷം. രോഗി നല്ല കഥനാക്കുറ്റി വരുന്നു, ഉരുട് നടക്കുന്നു. പ്രപഞ്ച നിയമങ്ങൾ മാറ്റി എഴുതുന്ന ഒരു കർത്താവാണ്. അവന് അസാധ്യമായി ഒന്നുമില്ല. 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിന്റെ മേൽ, 3 സമയത്തിന്റെ മേൽ, 4 എണ്ണത്തിന്റെ മേൽ, 5 പ്രപഞ്ച നിയമത്തിന്റെ മേൽ. യേശുവിന്റെ 7 അധികാരങ്ങളിൽ 6ാമത്തെയാണ് നിർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ മിസ്ഫോർച്യൂൺ. ദൗർഭാഗ്യത്തിന്റെ മേൽ, നിർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യം. യോഹന്നാൻ 9:1 മുതൽ 38 വരെ. ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ കാണിച്ചിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവന്റെ കുറ്റം കൊണ്ടാണോ അതോ പൂർവികരുടെ കുറ്റം കൊണ്ടാണോ? പഴയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാടാണ് പൂർവ്വശാപം. പുതിയ നിയമത്തിൽ ഈശോ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചവരെ ശാസിച്ചു, തിരുത്തി. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളെയൊക്കെ റോമിൽ വിളിച്ചു. അവിടെ വെച്ച് പറഞ്ഞു, കത്തോലിക്ക ധ്യാനമന്ദിരങ്ങളിൽ പൂർവ്വശാപം എന്ന വാക്ക് പറയരുത്. അത് പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടാണ്. പുതിയ നിയമത്തിൽ അവർ വാക്ക് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ഇന്നുകൊണ്ട് ഇത് വിശ്വസിക്കുന്ന ഒരുപാട് പേര്. 75 വയസ്സ് പ്രായമുള്ള ഒരാൻറ്റി അച്ഛനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, 3 ആമക്കളാണ്, 2 മക്കൾ മാറി താമസിക്കുന്നു, അവർക്ക് മക്കളുണ്ട്. ഇളയവൻ കൂടെയാണ്. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഡോക്ടർമാർ പറയുന്നു കുഴപ്പമൊന്നുമില്ല, ആർക്കും പറയാൻ പറ്റുന്നുമില്ല. ഈയിടെ ഒരു ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ ഒരു ബദറിനോട് പറഞ്ഞു. ബദർ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. മിനിയാന്ന് ബദർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ആ ബദർ പറഞ്ഞു, പ്രാർത്ഥനയിൽ ഞാൻ കാണുന്നു 4 തലമുറ മുമ്പ് ഈ വീട്ടിൽ മുൻകോപമുള്ള ഒരപ്പനുണ്ടായിരുന്നു, ക്ഷിപ്രകോപി. ആ നടുക്കളയിൽ ഗർഭിണിയായ ഒരു പണിക്കാരി ഉണ്ടായിരുന്നു. കോപം വന്ന അപ്പൻ കാല് നിവർത്തി ഒരു തൊഴി മർമ്മത്തുകൊണ്ടു അവൾ മരിച്ചുപോയി. അന്നത്തെ സ്വാധീനത്തിൽ അവളെ അടക്കി. ഈ ബദർ പറയാണ്, എൻ്റെ അച്ഛ, മരിച്ചുപോയ അവളുടെ പ്രേതം എൻ്റെ മകൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് കുത്തിയിരിക്കുകയാണ്. നീ ഇറക്കി വിട്ടാല് മക്കളുണ്ടാവും. ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന പൊട്ടന്മാരുണ്ട്. ഇതൊന്നും ഒരിക്കലും വിശ്വസിച്ചേക്കരുത്. ഇതൊക്കെ ബൈബിളിന് നേരെ വിരുദ്ധമാണ്. ബൈബിൾ വിരുദ്ധമാണ്. അച്ഛൻ പറഞ്ഞാലും ആത്മായം പറഞ്ഞു പഠിത്തവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോ പറയുന്നു, അന്ധവിശ്വാസം വരുത്തരുത്, പൂർവ്വശാപമല്ല. യേശു പറഞ്ഞു, ഇവൻ അന്ധനായത് ആരും തെറ്റുകൊണ്ടല്ല, ദൈവമുഖത്തെ വെളിപ്പെടുത്താൻ. എൻ്റെ അർത്ഥം എന്താ? ലോകകപ്പ് ഫൈനൽ അർജന്റീനയും ഫ്രാൻസും കളിക്കുന്നു. വിശ്വതാരം മെസ്സി ഫ്രാൻസിന്റെ ഫൗള് നോക്കിയിരിക്കല്ലേ, അവൻ ഗോൾ അടിക്കണം. ഫൗള് നോക്കാൻ റെഫറിയുണ്ട്. അന്ധൻ, ബദിരൻ, മൂകൻ, വികലാംഗൻ, ജീവിതത്തിലെ ഫൗളുകൾ. അവരെ ഓർത്ത് നമ്മളാരും കരയരുത്. ചെയ്യാവുന്ന ഉപകാരം ചെയ്യുക. ഒരു കുഴപ്പമില്ലാത്ത ഞാൻ എനിക്ക് പറ്റുന്ന ഗോളടിച്ച് ഏൽപ്പിക്കുന്ന പണി ചെയ്ത് ഭംഗിയായിട്ട് പോവുക. അവരെ നോക്കാൻ ദൈവം എന്ന റെഫറിയുണ്ട്. എനിക്ക് റേബാൻ കണ്ണട മേടിക്കാൻ ഒരു 5000 രൂപ വേണം. രൂപയില്ല, കണ്ണട മേടിച്ചില്ല. കണ്ണടയില്ലെന്ന് പറഞ്ഞ ദൈവം ഒരന്ധനെ കാണിക്കും. അന്ധനെ കാണുമ്പോൾ കണ്ണുണ്ടല്ലോ, കണ്ണടയില്ലേലും കിട്ടിയ മഹത്വം കാണും. ഷൂസ് മേടിക്കാൻ കാശില്ലെന്നോർത്തപ്പോൾ കാലില്ലാത്തവനെ കാണിക്കും. ഷൂസ് ഇല്ലെങ്കിലും കാലുണ്ടല്ലോ,
നമ്മളെക്കാൾ കുറവുള്ള ഒത്തിരി പേരുണ്ട്. എന്നോട് കൂട്ടുകാർ പറഞ്ഞു, ജോസഫച്ചൻ പോയി നിർബന്ധമായി പുലിമുരുകൻ എന്ന സിനിമ കാണണം. ഞാൻ പുലിമുരുകൻ കാണാൻ ചെന്നു. ടിക്കറ്റ് വിൽക്കുന്ന രസികനാണ്. ഞാൻ പറഞ്ഞു, കപ്പൂച്ചൻ അച്ഛനാണ്, കാശ് കുറവാണ്, ഏറ്റവും താഴ്ന്ന ഒരു ടിക്കറ്റ്. അവൻ ചിരിച്ചോണ്ട് ചോദിച്ചു, തറ ടിക്കറ്റ് മതിയോ? തറയെങ്കിൽ തറ എന്നും പറഞ്ഞ തറ ടിക്കറ്റ് മേടിച്ചത്. തറയിലിരുന്ന് പുലിമുരുകൻ കാണുക. ഇന്റർവെല്ലിന് 5 മിനിറ്റ് മുമ്പ് എൻ്റെ മുമ്പിൽ നിന്നൊരു അനക്കം. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്നത് തറയാണെന്ന് കരുതുമ്പോൾ വേറെ കുറേ പേര് തറ മാന്തിയിട്ട് കുഴി ടിക്കറ്റ് എന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമ്മളെക്കാൾ താഴ്ന്ന ഒരുപാട് പേരുണ്ട്. കിട്ടിയ അവസ്ഥയിൽ ദൈവത്തിന് നന്ദി പറയണം. ഒരു പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി അവൻ കരുതിയിട്ടുണ്ട്. നിർഭാഗ്യത്തിന് മേൽ അധികാരമുള്ളവൻ. ചിന്തകളെ അവസാനിപ്പിക്കട്ടെ. 7, മരണത്തിന് മേൽ അധികാരമുള്ളവൻ യേശു. മരണം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 32 മുതൽ വാക്യം. ലാസറോ മരിച്ചിട്ട് 4 നാൾ കഴിഞ്ഞു. 4 നാളെന്ന് പറഞ്ഞാൽ യഹൂദ വിശ്വാസത്തിൽ മരിച്ചവന്റെ ആത്മാവ് 3-ാം ദിവസം വരെ തിരിച്ചു വരാം. അത് തീർന്നുപോയി 4-ാം നാള്. മെഡിക്കൽ സയൻസിൽ ശരീരത്തിൽ നിന്നും മാംസം അരികെ വേർപെടുന്ന ദിവസം, സമസ്ത സാധ്യതകളും അവസാനിച്ച 4-ാം ദിവസത്തിൽ യേശു കടന്നു വന്നു. മർത്തായും മറിയവും കരഞ്ഞുകൊണ്ടിരുന്നു. യേശു പറഞ്ഞു, ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറങ്ങുകയാണ്. ഒരിക്കലും മനുഷ്യൻ മരിക്കൽ ഉറക്കവാ. ദാവീദ് പിതാക്കന്മാരുടെ കൂട്ടത്തിൽ നിത്യ പ്രാപിച്ചു. സോളമൻ അപ്പനോടത്ത് നിത്യ പ്രാപിച്ചു. പൗലോസിയ പറഞ്ഞു, നിത്യ പ്രാപിച്ചവരല്ല. യേശു പറഞ്ഞു, മരിച്ചിട്ടില്ല, ഉറക്കവാ. ഉറങ്ങുന്നത് എഴുന്നേക്കാൻ വേണ്ടിയില്ല. ഒരമ്മ, പണിതുമെടുത്ത അമ്മ രാത്രി 10:30 രാവിലെ 5:30 അലാം വെച്ചിട്ട് കണ്ടു. 5:30 അലാം അടിക്കുമ്പോൾ അമ്മ ചാടി എഴുന്നേൽക്കും. ഇതുപോലെ നമ്മളൊക്കെ മരിച്ച് ഏതെങ്കിലും സിമിത്തേരിയിൽ ഒരു കല്ലറിൽ അടക്കുമ്പോൾ ശവപ്പെട്ടിയുടെ തലയ്ക്ക് കർത്താവ് ഒരു അലാം വെച്ച് നമ്മളെ അടക്കും. അലാമിന്റെ പേരാണ് അന്തിമകാഹളം. അത് മുഴങ്ങുമ്പോൾ 5:30 എഴുന്നേൽക്കുന്നവർ മരിച്ചവരെല്ലാം ഉദ്ധാനം ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് 1 കൊരിന്ത്യർ 15:55 പറഞ്ഞു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? യേശുവിന്റെ ഉത്ഥാനത്തോടുകൂടി മരണത്തിന്റെ ആധിപത്യം എന്നേക്കുമായി അവസാനിച്ചു. ഞാനിപ്പം കാണുന്ന കാഴ്ച 100 കണക്കിന് സഹോദരി സഹോദരന്മാർ 1-ാം തരം കസേരകളിലും ചാരി വെച്ചിലും ചാരി ഇരുന്ന് മരിക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. അച്ഛനായി ഞാൻ ഈ ബേമയിൽ ചാരി നിന്ന് മരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് മരിക്കുന്നു. അല്പം വകുപ്പ് പത്രത്തിൽ ഒരു പേജിന് വകുപ്പ്, TV ഒരു ചാനലിന് വകുപ്പ്. എറണാകുളം തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിലെ സെന്റ് ആനീസ് പള്ളിയിൽ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടമരണം എന്ന് പറഞ്ഞ് ഒരു വലിയ വാർത്ത. എന്താ മരണം? പുറത്തേക്ക് വിട ശ്വാസം. എന്താ ജീവൻ? അകത്തേക്ക് വിട്ട ശ്വാസം. പുറത്തേക്ക് വിട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന്റെ പേരാണ് മരണം. അറിവുള്ള കാരണവന്മാര് മരണത്തെ വിളിച്ച വാക്ക് കാറ്റുപോയി. കാറ്റുപോയി. പോയ കാറ്റ് തിരിച്ച് കയറ്റാൻ പറ്റിയതാ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിൻ്റെ കരങ്ങളിലാണ്. യേശുവിൻ്റെ അധികാരങ്ങൾക്ക് നമ്മളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം, നമുക്ക് വിട്ടുകൊടുക്കാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് ചെറിയ വിശ്രമത്തിലേക്ക് പോകും. അല്പം ചൂട് വെള്ളമൊക്കെ കുടിക്കാൻ. കാരണം നീണ്ട സമയം ഇരിക്കുമ്പോൾ ചെറിയ ചൂട് പുറത്തും ഫാനിൻ്റെ കാറ്റ് അകത്തു കൊള്ളുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമുക്ക് കണ്ണുകളടയാം. ചില സഹോദരിമാര് അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അങ്ങനെ വിളിക്കാതിരിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഈരടി വാരിയിട്ട് പുറത്തിറങ്ങി വെള്ളം കുടിച്ച് 10 മിനിറ്റ് എത്താം. ക്രിസ്തുവിൻ്റെ അധികാരം എൻ്റെ കുടുംബജീവിതം 2-ാം ഭാഗം. എഴുന്നേറ്റ് നിൽക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവദാനം യേശുനാമമല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാമമല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ,
യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുഴി വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ 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 യേശുനാമമല്ലാതെ